പ്രൈസ് ലോർഡ്. കർത്താവിന്റെ പരിശുദ്ധ നാമം മഹത്വമെടുത്തുകൊള്ളട്ടെ. ഈ നിമിഷവും നമ്മൾ ഒരു നിമിഷം കണ്ണുകളെ അടച്ച് കർത്താവിന്റെ സന്നിധിയിലേക്ക് നമ്മെ തന്നെ താഴ്ത്തി ഏൽപ്പിക്കാം. കർത്താവെ ഇങ്ങനെ സ്തുതിക്കുന്നു, വാഴ്ത്തുന്നു, വന്ദിക്കുന്നപ്പാ. വീണ്ടുമായി കർത്താവെ ഞങ്ങൾ നന്ദി നിറയത്തോടെ യേശുവിന്റെ നാമത്തിൽ സഭയായി ഒരുമിച്ച് കർത്താവിന്റെ സന്നിധിയിലേക്കായി കടന്നു വരുന്നു. അങ്ങ് ഞങ്ങളോടായി ഇടപെടണമേ കർത്താവെ. ഞങ്ങളുടെ ആത്മനിറവോടുകൂടി രക്തത്തിന്റെ മറവില ഞങ്ങൾ ഓരോരുത്തരെയും മറച്ച് ശക്തമായി അങ്ങ് വെളിപ്പെടണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. മനുഷ്യന്റെ ശബ്ദത്തെ അല്ല കർത്താവെ, അങ്ങടേതായ ആലോചന കേൾപ്പാൻ, അങ്ങടേതായ ശബ്ദം കേൾപ്പാൻ, അങ്ങടേതായ കർത്താവ് വീണ്ടുന്ന കർത്താവെ കൃപ നിറഞ്ഞ വാക്കുകൾ കേൾപ്പാൻ ഞങ്ങളെ താഴ്ത്തി ഏൽപ്പിക്കുന്നു. അങ്ങടേതായ പരിശുദ്ധ നാമം മാത്രം മഹത്വം എടുത്തുകൊള്ളണം, യേശുവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ. ഇന്നത്തെ ദിനം നമ്മൾ ധ്യാനിക്കുവാൻ പോകുന്നത് മർക്കോസിന്റെ സുവിശേഷം അതിന്റെ 11-ാമത്തെ അധ്യായം 1 മുതൽ 10 വരെയുള്ള വാക്യം. ഗോസ്പൽ ഓഫ് ലൂക്ക് ചാപ്റ്റർ 11 1 to 10. അവർ യെരൂശലേമിനോട് സമീപിച്ച് ഒലിവ് മലയരികെ ബേത്ഫഗയിലും ബെഥാനിയയിലും എത്തിയപ്പോൾ അവൻ ശിഷ്യന്മാരിൽ 2 പേരെ അയച്ച്, യേശു കർത്താവ് ശിഷ്യന്മാരിൽ 2 പേരെ അയച്ച് അവരോട്, നിങ്ങൾക്ക് എതിരെയുള്ള ഗ്രാമത്തിൽ ചെല്ലുവിൻ, അതിൽ കടന്നാൽ ഉടനെ ആരും ഒരിക്കലും കയറിയിട്ടില്ലാത്ത ഒരു കഴുതക്കുട്ടിയെ കെട്ടിയിരിക്കുന്നത് കാണും. അതിനെ അഴിച്ചു കൊണ്ടുവരുവിൻ. ഇത് ചെയ്യുന്നത് എന്ത് എന്ന് ആരെങ്കിലും നിങ്ങളോട് ചോദിച്ചാൽ കർത്താവിന് ഇതിനെ കൊണ്ട് ആവശ്യമുണ്ട് എന്ന് പറവിൻ. അവൻ ക്ഷണത്തിൽ അതിനെ ഇങ്ങോട്ട് അയക്കും എന്ന് പറഞ്ഞു. അവർ പോയി തെരുവിൽ പുറത്ത് വാതിൽക്കൽ കഴുതക്കുട്ടിയെ കെട്ടിയിരിക്കുന്നത് കണ്ട് അതിനെ അഴിച്ചു. അവിടെ നിന്നവരിൽ ചിലർ അവരോട്, നിങ്ങൾ കഴുതക്കുട്ടിയെ അഴിക്കുന്നത് എന്ത് എന്ന് ചോദിച്ചു. യേശു കൽപ്പിച്ചതുപോലെ അവർ അവരോട് പറഞ്ഞു. അവർ അവരെ വിട്ടയച്ചു. അവർ കഴുതക്കുട്ടിയെ യേശുവിന്റെ അടുക്കൽ കൊണ്ടുവന്ന് തങ്ങളുടെ വസ്ത്രം അതിൻ്റെ മേൽ ഇട്ടു. അവൻ അതിന്മേൽ കയറി ഇരുന്നു. അനേകർ തങ്ങളുടെ വസ്ത്രം വഴിയിൽ വിരിച്ചു. മറ്റു ചിലർ പറമ്പുകളിൽ നിന്ന് ചില്ലിക്കൊമ്പ് വെട്ടി വഴിയിൽ വിതറി. മുമ്പും പിമ്പും നടക്കുന്നവർ ഹോശന്ന, കർത്താവിന്റെ നാമത്തിൽ വരുന്നവൻ വാഴ്ത്തപ്പെട്ടവൻ, വരുന്നതായ രാജ്യം നമ്മുടെ പിതാവായ ദാവീദിന്റെ രാജ്യം വാഴ്ത്തപ്പെടുമാറാകട്ടെ, അത്യുന്നതങ്ങളിൽ ഹോശന്ന എന്ന് ആർത്തുകൊണ്ടിരുന്നു. പ്രിയപ്പെട്ടവരെ, നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു സ്പെഷ്യൽ സൺഡേ ആയിട്ടാ എല്ലാവരും ആഘോഷിക്കുന്നതും ആചരിക്കുന്നതും. എന്നാൽ ഇത് നടക്കുവാൻ കാരണം യേശു കർത്താവിനെ രാജാവായി യെരൂശലേമിൽ എഴുന്നള്ളുമെന്നും, മേശിയ യെരൂശലേമിൽ എഴുന്നള്ളുമ്പോൾ അവൻ കഴുതക്കുട്ടിന്മേൽ എഴുന്നള്ളുമെന്ന് പറഞ്ഞ് 3000 വർഷങ്ങൾക്ക് മുമ്പ് തന്നെ, യേശു ജനിക്കുന്നതിന് മുമ്പ് 3000 വർഷങ്ങൾക്ക് മുമ്പ് തന്നെ സക്കറിയ പ്രവാചകൻ 9-ാമത്തെ അധ്യായം അതിന്റെ 9-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെ പറയുന്നതായിട്ട് നമുക്ക് കാണുവാൻ സാധിക്കും. സക്കറിയ ചാപ്റ്റർ 9 വേഴ്സ് 9. സിയോൻ പുത്രിയെ ഉച്ചത്തിൽ ഘോഷിച്ച് ആനന്ദിക്ക, യെരൂശലേം പുത്രിയെ ആർപ്പിടുക. ഇതാ നിന്റെ രാജാവ് നിന്റെ അടുക്കൽ വരുന്നു. അവൻ നീതിമാനും ജയശാലിയും താഴ്മയുള്ളവനും ആയി കഴുതപ്പുറത്തും പെൺകഴുതയുടെ കുട്ടിയായ ചെറു കഴുതപ്പുറത്തും കയറി വരുന്നു എന്ന് അവിടെ നമുക്ക് കാണുവാൻ സാധിക്കും. പ്രിയപ്പെട്ടവരെ, ഇതിനകത്ത് നമുക്ക് കാണുവാൻ സാധിക്കുന്നത്, മനസ്സിലാക്കുവാൻ സാധിക്കുന്നത്, നമുക്ക് എല്ലാവർക്കും അറിയാം, യെരൂശലേമിലേക്ക് ഒരു പാസ് ഓവർ ആഘോഷിക്കാൻ വേണ്ടി കടന്നു ചെല്ലുന്നു. എന്നാൽ അതിന്റെ കുറച്ച് ദിനങ്ങൾക്ക് ശേഷം യേശു കർത്താവിന്റെ ക്രൂശ് മരണവും ബാക്കി എല്ലാ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ് കടന്നു ചെല്ലുന്നത്. എന്നാൽ എല്ലാവരും ആർത്ത് വിളിക്കുന്നു, ഓശന്ന ഓശന്ന എന്ന് പറഞ്ഞാൽ ആർത്ത് വിളി. ഓശന്ന എന്ന് പറഞ്ഞാൽ സേവ് മീ നൗ, സേവ് മീ ടുഡേ. കർത്താവെ ഞങ്ങളെ ഇപ്പോൾ രക്ഷിക്കണമേ, ഇന്ന് രക്ഷിക്കണമേ എന്നാണ് അതിന്റെ അർത്ഥം. എന്നാൽ അവരെല്ലാവരും രാജാവായി യേശു കർത്താവിനെ സ്വീകരിച്ച് റോമ പടയാളികളിൽ നിന്നും അതിന്റെ അധികാരത്തിൽ നിന്നൊക്കെ ഞങ്ങളെ വിടുവിക്കും, ഞങ്ങളെ മുറ്റുമായി ഞങ്ങളെ സ്വതന്ത്രമാക്കും എന്നൊക്കെ പറഞ്ഞ് വിചാരിച്ചാണ് അങ്ങനെയൊക്കെ പറഞ്ഞത്. എന്നാൽ അത് ജയത്തിന്റെ ഒരു പ്രവേശനം തന്നെ ആയിരുന്നു. എന്നാൽ തന്നെയും നമ്മൾ ഉദ്ദേശിക്കുന്ന പോലെ, മനുഷ്യർ ഉദ്ദേശിക്കുന്ന പോലുള്ള ജയത്തിന്റെ പ്രവേശനം അല്ലായിരുന്നു. പാപത്തിൽ നിന്നും ശാപത്തിൽ നിന്നും ശത്രുവിന്റെ എല്ലാ കെണിയിൽ നിന്നുമായുള്ള പൂർണ്ണമായി നമ്മെ വിടുവിക്കുവാൻ തക്കവണ്ണം രക്തം ചൊരിഞ്ഞ് ക്രൂശുമരണത്തെ ഏറ്റെടുത്ത് മരണത്തെയും പാപത്തെയും മുറ്റുമായി ഇല്ലാതാക്കുവാൻ തക്കവണ്ണം യേശു കർത്താവ് അതുപോലെ കയറി വരുന്നതായിട്ട് കാണുവാൻ സാധിക്കും. രാജാക്കന്മാർ സാധാരണ കയറി വരുന്നത് അവരുടെ ആഡംബരത്തോടുകൂടി
അവരുടെ ശക്തി കാണിക്കാൻ തക്കവണ്ണം അനേക പടയാളികളോടുകൂടിയൊക്കെയാണ് കുതിരപ്പുറത്ത് കയറി വരുന്നത്. എന്നാൽ നമ്മുടെ രാജാതി രാജാവ് വെറും ഒരു കഴുതപ്പുറത്ത്, എന്ന് വെച്ചാൽ താഴ്മയുടെ ചിഹ്നമായ കഴുതപ്പുറത്ത് ഒത്തിരിയധികം ശാന്തമായി കയറി വരുന്നതായിട്ട് കാണുവാൻ സാധിക്കും. ഇതിൽ നിന്ന് ഞാൻ കുറേയധികം സത്യങ്ങൾ, ആത്മീയ സത്യങ്ങളെ നിങ്ങളുമായിട്ട് പങ്കുവെക്കുവാൻ ഞാൻ താല്പര്യപ്പെടും. ഈ പാം സൺഡേയെ കുറിച്ച് ഒത്തിരിയധികം കേട്ടിരിക്കാം, നമ്മൾ ഒത്തിരിയധികം പ്രസംഗം കേട്ടിരിക്കുക. എന്നാൽ ഇതിൽ നിന്ന് ഒരു ചില സ്പിരിച്വൽ നഗറ്റ്സ്, ആ ആത്മീയ സത്യങ്ങളെ, ദൂതുകളെ നിങ്ങൾക്ക് കൈമാറുവാനായി ഞാൻ താല്പര്യപ്പെടാം. ഈ ഭാഗം മത്തയുടെ സുവിശേഷം 21 അധ്യായം 1 മുതൽ 17 വരെയും, അതുപോലെ മർക്കോസിന്റെ സുവിശേഷം നമ്മളിപ്പോ വായിച്ച ഭാഗം 11:1 മുതൽ 10 വരെയും, ലൂക്കോസിന്റെ സുവിശേഷം 19 അധ്യായം അതിന്റെ 29 മുതലുള്ള വാക്യങ്ങളിലും, അതുപോലെ യോഹന്നാന്റെ സുവിശേഷം 12 അധ്യായം 12 മുതലുള്ള വാക്യങ്ങളിൽ നമുക്ക് ഈ ഭാഗം കാണുവാൻ സാധിക്കും. എന്നാൽ ഇതിലെല്ലാം കോമൺ ആയിട്ട് നമുക്ക് കാണുവാൻ സാധിക്കുന്നത്, ഒന്ന്, യേശു കർത്താവ് ഒരു കഴുതപ്പുറത്ത് ഇരുന്ന് യെരുശലേമിലേക്ക് കടന്നു ചെല്ലുന്നത്. അപ്പൊ ഇവിടെ കോമൺ ആയിട്ടുള്ള സംഭവം യേശു കർത്താവും കഴുതയും യെരുശലേമിലേക്ക് ചെല്ലുന്നതായ കാര്യമാണ്. അപ്പം ഇതിനെക്കുറിച്ച് ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോൾ കർത്താവ് എൻ്റെ ഹൃദയത്തിൽ തന്ന ഒരു വാക്യം, യു ആർ ചോസൺ, നിങ്ങൾ തിരഞ്ഞെടുക്കപ്പെട്ടവരാണ്. എല്ലാവരും നെഞ്ചോടുകിട കരം വെച്ച് പറയാമോ, ഞാൻ തിരഞ്ഞെടുക്കപ്പെട്ടവനാണ്. ആരാൽ തിരഞ്ഞെടുക്കപ്പെട്ടവരാണ്? കർത്താതി കർത്താവും രാജാതി രാജാവുമായ ആ ദൈവത്താൽ തിരഞ്ഞെടുക്കപ്പെടും. ആ തിരഞ്ഞെടുക്കപ്പെട്ടതിന്റെ ഒരു ഉദ്ദേശമുണ്ട്, ഒരു കാരണമുണ്ട്. അതിന് പുറകിൽ ഒരു തീർച്ചയായും ഒരു പ്ലാനും പദ്ധതിയുമുണ്ട് എന്ന് നമുക്ക് കാണുവാൻ സാധിക്കും. നമ്മൾ എപ്പോഴാണ് തിരഞ്ഞെടുക്കപ്പെട്ടത് പ്രിയപ്പെട്ടവർ? എഫേസ്യരുടെ പുസ്തകം 1 അധ്യായം അതിന്റെ 4 വാക്യം, നാം തൻ്റെ സന്നിധിയിൽ വിശുദ്ധരും നിഷ്കളങ്കരും ആകേണ്ടതിന് അവൻ ലോകസ്ഥാപനത്തിന് മുൻപേ നമ്മെ അവനിൽ തിരഞ്ഞെടുക്കുകയും തിരുഹിതത്തിന്റെ പ്രസാദപ്രകാരം യേശു ക്രിസ്തു മുഖാന്തരം അങ്ങനെ സംഭവിച്ചു നമുക്ക് അവിടെ കാണുവാൻ സാധിക്കും. For he chose us in him before the foundation of the world, that we should be holy and without blame before him in love എന്നാണ് ദൈവത്തിന്റെ വചനം ഓർപ്പിക്കുന്നത്. അപ്പൊ ഞാൻ നിങ്ങളും തിരഞ്ഞെടുക്കപ്പെട്ടത് നമ്മുടെ അപ്പനും അമ്മയും എല്ലാം ജനിക്കുന്നതിന് മുന്നേ, ഈ ഭൂമി എല്ലാം സൃഷ്ടിക്കപ്പെടുന്നതിന് മുന്നേ, ഭൂമിയുടെ അടിത്തറ ഇടുന്നതിന് മുന്നമേ തന്നെ എന്നെയും നിങ്ങളെയും കർത്താവ് തിരഞ്ഞെടുത്തു. അപ്പൊ തിരഞ്ഞെടുത്തതിന്റെ ഉദ്ദേശം എന്തോ പ്രിയപ്പെട്ടവരെ? അങ്ങനെ നമ്മൾ നോക്കുവാണെങ്കിൽ 1 പത്രോസ് 2 അധ്യായം അതിന്റെ 9 വാക്യം, അതിങ്ങനെ പറയുന്നു, നിങ്ങളോ അന്ധകാരത്തിൽ നിന്നും തൻ്റെ അത്ഭുത പ്രകാശത്തിലേക്ക് നിങ്ങളെ വിളിച്ചവന്റെ സൽഗുണങ്ങളെ ഘോഷിപ്പാൻ തക്കവണ്ണം തിരഞ്ഞെടുക്കപ്പെട്ട ഒരു ജാതിയും രാജകീയ പുരോഹിത വർഗവും വിശുദ്ധ വംശവും സ്വന്തം ജനവും ആകുന്നു എന്നിവിടെ നമുക്ക് കാണുവാൻ സാധിക്കും. അപ്പൊ എന്താണ് ഞാൻ പറഞ്ഞു വരുന്നത് പ്രിയപ്പെട്ടവരെ? ഈ കഴുത ഒരു ഗ്രാമത്തിൽ, ഗ്രാമത്തിന്റെ ആ എൻട്രൻസിന്റെ അവിടെ കെട്ടപ്പെട്ടവനായി അവിടെ നിൽക്കും, അന്ധകാരത്തിലായി നിൽക്കുന്നു, പാപത്തിലായി കുടുങ്ങിയവനായി നിൽക്കുന്നു. നമ്മുടെ അനേക തെറ്റുകുറ്റങ്ങളിലും പാഴായ ചിന്തകളിലും ലോകപരമായ അസ്വസ്ഥതകളിലും അവൻ കുടുങ്ങിയവനായി അവിടെ കിടക്കുന്നു. ആ കഴുത ഞാൻ തന്നെ. എൻ്റെ ജീവിതത്തെക്കുറിച്ചാണ് ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഒത്തിരിയധികം പ്രയാസങ്ങളിൽ, ബുദ്ധിമുട്ടുകളിൽ, ഞെരുക്കങ്ങളിൽ, ഉപദ്രവങ്ങളിൽ, പാപത്തിന്റെ ചങ്ങലകളിലെല്ലാം ഞാൻ പിടിപെട്ടവനായി കിടന്നപ്പോൾ ആ അന്ധകാരത്തിൽ നിന്ന് അത്ഭുത വെളിച്ചത്തിലേക്ക് എന്നെ തിരഞ്ഞെടുക്കുവാൻ തക്കവണ്ണം യേശു ക്രിസ്തു നമ്മെ തേടി വന്നു പ്രിയപ്പെട്ട. ഹല്ലേലൂയ. അപ്പൊ ഞാൻ നിങ്ങളും അറിയേണ്ട ആദ്യത്തെ സത്യം, നമ്മൾ ഏത് സാഹചര്യത്തിലായിരുന്നാലും, ഏത് രീതിയിലുള്ള പ്രയാസങ്ങളിലായിരുന്നാലും, ജീസസ് ക്രൈസ്റ്റ് ഈസ് അവർ സൊല്യൂഷൻ പ്രൊവൈഡർ, ഈസ് അവർ പ്രോബ്ലം സോൾവർ. നമ്മുടെ എല്ലാ പ്രശ്നങ്ങൾക്കും അവൻ ഉത്തരം നൽകുവാൻ, എല്ലാ പ്രശ്നങ്ങൾക്കും അവൻ ഒരു തീർച്ച ഉണ്ടാക്കുവാൻ, ഒരു തീരുമാനം ഉണ്ടാക്കുവാൻ
യേശുവാൽ തീർച്ചയായും സാധിക്കും പ്രിയപ്പെട്ടവർ. അനേക രീതികളിൽ, അനേക സാഹചര്യങ്ങളിൽ നമ്മൾ ഒത്തിരിയധികം കണ്ണുനീരോടുകൂടി, ഒത്തിരിയധികം സംശയത്തോടുകൂടി, ഒത്തിരിയധികം ഭാരത്തോടുകൂടി, ഒത്തിരിയധികം ചോദ്യങ്ങളോടുകൂടി നമ്മൾ ജീവിതത്തിൽ ഇരുന്നു കൊണ്ടിരിക്കാം. ഈ കഴുതയെ പോലെ, ആരും ഉപയോഗിക്കാത്ത ഒരു കഴുത, എന്നാൽ കെട്ടപ്പെട്ടവനായ കഴുത, ആരാലും ഉപയോഗിക്കുവാൻ അവനെ ഉപയോഗിക്കപ്പെടാത്ത രീതിയിൽ അവനെ തഴഞ്ഞു വെച്ചിരിക്കുന്ന ഒരു കഴുതയായി അവനെ വെച്ചിരുന്നു. എന്നാൽ ആ കഴുതയെ അഴിച്ചു കൊണ്ടുവരണമെന്ന് ആ കർത്താവ് പറഞ്ഞതായിട്ട് നമ്മൾ കാണുവാൻ സാധിക്കും. നിങ്ങൾ ഏത് സാഹചര്യത്തിൽ ഇരുന്നാലും നിങ്ങളെ കാണുന്നവനായ ഒരു കർത്താവ്, നിങ്ങളെ കണ്ട് ആ സ്ഥാനത്തേക്ക് എത്തിക്കുവാൻ തക്കവണ്ണം വ്യക്തികളെ അയക്കുന്നവനായിരിക്കുന്നു. ഹി നോസ് വേർ യു ആർ. ഹി നോസ് വേർ യു ആർ. നമ്മൾ എവിടെ ആയിരിക്കുന്നു അവൻ അറിയുന്നു. നമ്മൾ ഏത് സാഹചര്യത്തിലായിരിക്കുന്നു അത് അവൻ അറിയുന്നു. ആ സാഹചര്യങ്ങൾ വിടുവിക്കുവാൻ വ്യക്തികളെയും തക്കതായ സാഹചര്യങ്ങളാണ് ഒരുക്കുന്നത് പ്രിയപ്പെട്ടവരെ. ഹല്ലേലൂയ. അതാണ് അവിടെ കാണുവാൻ സാധിക്കുന്നത്. ശിഷ്യന്മാരെ അയക്കുന്നു. അവരവിടെ വന്ന് അതിനെ അഴിച്ചു കൊണ്ടുപോകുമ്പോൾ എന്തൊക്കെ അവന് തടസ്സങ്ങളുണ്ട്. എന്നാൽ തടസ്സങ്ങളുടെ മധ്യത്തിലും യേശുവിന് ഈ കഴുതയെ കൊണ്ട് ആവശ്യമുണ്ടെന്ന് പറഞ്ഞപ്പോൾ അവർ വിട്ടയച്ചു എന്ന് പറഞ്ഞ് നമ്മളവിടെ കാണുവാൻ സാധിക്കും. നമ്മൾ പിശാചിന്റെ കെണിയിലായിരിക്കാം, കടത്തിന്റെ കെണിയിലായിരിക്കാം, പാപത്തിന്റെ കെണിയിലായിരിക്കാം, രോഗത്തിന്റെ കെണിയിലായിരിക്കാം. എന്നാൽ യേശുവിന്റെ വാക്കിന്മേൽ അതിന്റെ അപ്പുറം ആർക്കും അവനെ തടയുവാൻ സാധിക്കില്ല പ്രിയപ്പെട്ടവർ. ഇഫ് ഗോഡ് ഈസ് ഫോർ us, who can be against us? ഹല്ലേലൂയ. കർത്താവ് എന്റെ പക്ഷത്തിലായിരുന്നാൽ എനിക്കെതിരായി നിൽപ്പവൻ ആരുമില്ല. റോമർ 8:31. പ്രിയപ്പെട്ടവരെ, ഞാനും നിങ്ങളും ധൈര്യപ്പെട്ടിരിക്കാൻ തക്കവണ്ണം ഇതിൽ നിന്ന് നമുക്ക് ഒരു ദൂത് കിട്ടുന്നുണ്ട്. നമ്മൾ ഏത് സാഹചര്യത്തിലായിരുന്നാലും ആ സ്ഥാനത്തേക്ക് കടന്നു വന്ന് കർത്താവ് നമ്മളെ വിടുവിക്കുന്നവനായിരിക്കും. യെരിഹോവിൽ ഒരു സക്കായി എന്ന ഒരു ടാക്സ് കളക്ടർ ഉണ്ടായിരുന്നു. അവന് യേശുവിനെ കാണണം എന്ന് പറഞ്ഞ് അവൻ ഓടിച്ചെല്ലുന്നു. എന്നാൽ അവന്റെ പൊക്കം കുറവുള്ളത് കാരണം അവന് കാണുവാൻ സാധിക്കുന്നില്ല. അവൻ ഓടോടി ചെന്ന് ഒരു കാട്ടത്തി മരത്തിന്റെ മേൽ കയറിയിരുന്നു. ലൂക്കോസിന്റെ സുവിശേഷം 19-ാമത്തെ അധ്യായം 1 മുതലുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ നമുക്ക് കാണുവാൻ സാധിക്കും. അവിടെ അവൻ ഇരിക്കുകയാണ്, യേശുവിനെ കാണണമെന്ന് പറഞ്ഞ്. എന്നാൽ യേശു ആ കാട്ടത്തി മരത്തിന്റെ കീഴിൽ വന്നു നിന്ന് മുകളിലേക്ക് തല ഉയർത്തി നോക്കി, സക്കേവേ, നീ എളുപ്പം ഇറങ്ങി വാ, നിന്റെ വീട്ടിൽ ഞാനിന്ന് താമസിക്കുവാൻ വരുന്നു എന്ന് പറഞ്ഞു. പ്രിയപ്പെട്ടവരെ, അവൻ ഏത് മരത്തിലിരുന്നു, അവന്റെ പേരെന്താണ്, അവന്റെ ആഗ്രഹം എന്താണ് എന്നെല്ലാം കർത്താവ് അറിഞ്ഞിരുന്നു പ്രിയപ്പെട്ടവരെ. അതുപോലെ തന്നെ നമ്മുടെ അവസ്ഥകളെ അറിയുന്നവനായ കർത്താവ്, നമ്മുടെ സ്ഥാനങ്ങളെ അറിയുന്നവനായ കർത്താവ്, നമ്മുടെ സ്ഥിതിഗതികളെയൊക്കെ അറിയുന്നവനായ കർത്താവ് നമ്മെ പേർ ചൊല്ലി വിളിച്ച് നമ്മെ വിടുവിക്കുവാൻ ശക്തനായിരിക്കുന്നു പ്രിയപ്പെട്ടവരെ. അവൻ നമ്മിൽ വസിക്കുവാൻ, നമ്മോടുകൂടെ വസിക്കുവാൻ, നമ്മിൽ ആനന്ദിക്കുവാൻ, നമ്മോടുകൂടി ആഹ്ലാദിക്കുവാൻ, നമ്മെ ജയാളികളായി തീർപ്പാൻ അവൻ നമ്മെ തിരഞ്ഞെടുത്തിരിക്കുന്നു. നമ്മെ തിരഞ്ഞെടുത്ത് എന്തിനാ പ്രിയപ്പെട്ടവരെ? നമ്മെ ജയാളികളാക്കും, നമ്മെ മുറ്റുമായി അവന്റെ മഹത്വം ചൊല്ലി അവനെ സ്തുതിക്കുന്നവരായി തീരുവാൻ, അവന്റെ നാമത്തെ ഉയർത്തി പുകഴ്ത്തി ആരാധിച്ച് മഹത്വപ്പെടുത്തി അവന്റെ സാക്ഷികളായി അവരുടെ മക്കളായി ജീവിക്കുവാൻ തക്കവണ്ണം അവൻ നമ്മെ തിരഞ്ഞെടുത്തിരിക്കുന്നു. ഹല്ലേലൂയ. എന്തിനാ നമ്മളെ തിരഞ്ഞെടുത്തിരിക്കുന്നത്? ഇവിടെ നമ്മൾ വായിച്ചു, that you proclaim the praises of him. വിളിച്ചവന്റെ സൽഗുണങ്ങളെ ഘോഷിപ്പാൻ തക്കവണ്ണം. ഹല്ലേലൂയ. യോഹന്നാന്റെ സുവിശേഷം 15-ാമത്തെ അധ്യായം അതിന്റെ 16-ാമത്തെ വാക്യം. Gospel of John chapter 15 verse 16. You did not choose me, but I chose you. I appoint you that you should go and bear fruit, and that your fruit should remain, that whatever you ask of the Father in my name, he may give it to you. നിങ്ങൾ എന്നെ തിരഞ്ഞെടുത്തു എന്നല്ല, ഞാൻ നിങ്ങളെ തിരഞ്ഞെടുത്തു. നിങ്ങൾ പോയി ഫലം കായ്ക്കേണ്ടതിന്, നിങ്ങളുടെ ഫലം നിലനിൽക്കേണ്ടതിന് നിങ്ങളെ ആക്കി വെച്ചിരിക്കുന്നു. അപ്പൊ നമ്മളെ തിരഞ്ഞെടുത്തത് മാത്രമല്ല, നമ്മളെ ആക്കി വെക്കുന്നവൻ. ഈസ് നോട്ട് ദ വൺ ജസ്റ്റ് ചൂസിങ് യു, but he also appoints you for you and I to bear fruit. Hallelujah. അപ്പൊ ഞാനും നിങ്ങളും കർത്താവിന്റെ സന്നിധിയിൽ കടന്നു വരുമ്പോഴൊക്കെയും കർത്താവ് നമ്മളെ തിരഞ്ഞെടുത്ത് കൊണ്ടുവരുമ്പോൾ, നമ്മൾ ആക്കി വെക്കുമ്പോൾ, നമ്മെ അപ്പോയിന്റ് ചെയ്യുമ്പോൾ
കർത്താവ് ആഗ്രഹിക്കും നമ്മൾ ഇന്ന് വെളിപ്പെടുന്നതൊക്കെയും സ്തുതിയായിരിക്കണം. നമ്മൾ വെളിപ്പെടുന്നതൊക്കെയും ഗ്രാറ്റിറ്റ്യൂഡ് ആയിരിക്കണം. നമ്മൾ വെളിപ്പെടുന്നതൊക്കെയും നന്ദി ആയിരിക്കണം. നമ്മൾ ഇന്ന് വെളിപ്പെടുന്നതൊക്കെയും നമ്മുടെ നാമത്തിന്റെ മഹത്വത്തിനായി തീരണമെന്ന് അവൻ ആഗ്രഹിക്കുന്നു. ഇങ്ങനെയുള്ള വിളി നമുക്ക് ലഭിക്കുമ്പോൾ നമ്മൾ എങ്ങനെ ജീവിക്കണം എന്ന് പറഞ്ഞ് കൊലോസ്യർക്ക് എഴുതിയ ആ പുസ്തകത്തിൽ നമ്മൾ നോക്കുമ്പോൾ, കൊലോസ്യർക്ക് എഴുതിയ ലേഖനം 3-ാമത്തെ അധ്യായം അതിന്റെ 12 മുതലുള്ള വാക്യങ്ങളെ നമുക്ക് വായിക്കാം. കൊലോസ്യർ 3:12 മുതലുള്ള വാക്യങ്ങൾ. അതുകൊണ്ട് ദൈവത്തിന്റെ വൃതന്മാരും വിശുദ്ധന്മാരും പ്രിയരുമായി മനസ്സലിവ്, ദയ, താഴ്മ, സൗമ്യത, ദീർഘക്ഷമ എന്നിവ ധരിച്ചുകൊണ്ട് അന്യോന്യം പൊറുക്കുകയും ഒരുവനോട് ഒരുവന് വഴക്കുണ്ടായാൽ തമ്മിൽ ക്ഷമിക്കുകയും ചെയ്യുവിൻ. കർത്താവ് നിങ്ങളോട് ക്ഷമിച്ചതുപോലെ നിങ്ങളും ചെയ്യുവിൻ. എല്ലാറ്റിനും മീതെ സമ്പൂർണതയുടെ ബന്ധമായ സ്നേഹം ധരിപ്പിൻ. ക്രിസ്തുവിന്റെ സമാധാനം നിങ്ങളുടെ ഹൃദയങ്ങളിൽ വാഴട്ടെ. അതിനല്ലോ നിങ്ങൾ ഏക ശരീരമായി വിളിക്കപ്പെട്ടിരിക്കുന്നത്. നന്ദിയുള്ളവരായും ഇരിപ്പിൻ എന്ന് അവിടെ വായിക്കുവാൻ നമ്മൾ സാധിക്കുന്നു. അപ്പൊ നമ്മളെ വിളിച്ചത് ഏക ശരീരമായി നമ്മൾ സഭയോട് കൂടി ഇണഞ്ഞ് എല്ലാവരോടും സഹകരിച്ച് സ്നേഹത്തിലും താഴ്മയിലും സൗമ്യതയിലും ദീർഘക്ഷമയിലും മനസ്സലിവിലും ദയയിലും നമ്മൾ ജീവിക്കണമെന്ന് കർത്താവിന്റെ വചനം ഓർപ്പിക്കുന്നു. അങ്ങനെ നമ്മൾ ജീവിക്കുന്നുവെങ്കിൽ നമ്മൾ തീർച്ചയായും അനുഗ്രഹിക്കപ്പെട്ട വിളിക്കപ്പെട്ടവന്റെ നാമത്തെ ഉയർത്തുവാൻ, വിളിച്ചതിന് അനുസൃതമായി അനുഗ്രഹിക്കപ്പെട്ടവരായി ജീവിക്കുവാൻ നമുക്ക് സാധിക്കും പ്രിയപ്പെട്ടവരെ. അതുകൊണ്ട് ഞാനും നിങ്ങളും ഒത്തിരിയധികം ദൈവസന്നിധിയിൽ ഇരുന്ന് ദൈവത്തിന് നന്ദി കരയറ്റണം. എന്തുകൊണ്ടെന്നാൽ മത്തായിയുടെ സുവിശേഷം 22:14 ഇങ്ങനെ പറയുന്നു, വിളിക്കപ്പെട്ടവർ അനേകർ, തിരഞ്ഞെടുക്കപ്പെട്ടവരോ ചുരുക്കം. Many are called but few are chosen. ആ ഫ്യൂവില്, ആ അല്പത്തിൽ, ആ ചുരുക്കത്തിലുള്ള വ്യക്തികളാണ് ഞാനും നിങ്ങളും. എന്ത് അനുഗ്രഹിക്കപ്പെട്ട വ്യക്തികളെന്ന് ഓർത്ത് നോക്കിൻ പ്രിയപ്പെട്ടവർ. നമ്മളെ തിരഞ്ഞെടുത്തത് കർത്താവിന്റെ മഹത്വത്തെ അറിയും. കർത്താവിന്റെ മഹത്വത്തെ വിളിച്ച് അനേകർക്ക് അറിയിപ്പാൻ തക്കവണ്ണം, തുതിപ്പാൻ തക്കവണ്ണം, അവനെ ആരാധിപ്പാൻ തക്കവണ്ണം, നന്ദി കരേറ്റുവാൻ തക്കവണ്ണം, അവന്റെ സ്നേഹത്തെ രുചിച്ചറിഞ്ഞ് തിരിച്ചറിഞ്ഞ് അനുഭവിച്ചറിഞ്ഞ് അനേകരെ ആ സ്നേഹത്തിന്റെ സന്നിധിയിലേക്കായി കൊണ്ടുവന്ന് ചേർപ്പാൻ തക്കവണ്ണം നമ്മെ തിരഞ്ഞെടുത്തിരിക്കുന്നു. അതുകൊണ്ട് കർത്താവിന്റെ സന്നിധിയിൽ നമ്മളെ മുറ്റുമായി സമർപ്പിക്കാം. ഹല്ലേലൂയ. ആവർത്തന പുസ്തകം 7-ാമത്തെ അധ്യായം അതിന്റെ 6-ാമത്തെ വാക്യം. ഡ്യൂട്രോണമി ചാപ്റ്റർ 7:6. നിന്റെ ദൈവമായ യഹോവയ്ക്ക് നീ ഒരു വിശുദ്ധ ജനമാകുന്നു. ഭൂതലത്തിലുള്ള സകല ജാതികളിലും വെച്ച് നിന്നെ തനിക്ക് സ്വന്തം ജനമായി ഇരിക്കേണ്ടതിന് നിന്നെ ദൈവമായ യഹോവ തിരഞ്ഞെടുത്തിരിക്കും. ഇസ്രായേൽ ജനത്തെ തിരഞ്ഞെടുത്ത കാര്യമാണ് പറയുന്നത്. ഞാനും നിങ്ങളും യേശു കർത്താവിനെ സ്വന്തം രക്ഷകനായി നമ്മൾ സ്വീകരിച്ചു കഴിയുമ്പോൾ നമ്മെ കർത്താവ് തിരഞ്ഞെടുത്ത് യേശുവിന്റെ രക്തത്താൽ കഴുകപ്പെട്ടവരായി, യേശുവിന്റെ ആ അടിപ്പിണറുകളാൽ സൗഖ്യം പ്രാപിച്ച് നന്മയും കൃപയും നമ്മളെ പിന്തുടരുന്ന രീതിയിലായി യേശുവിനെ നമ്മൾ ഇടയനായി സ്വീകരിച്ചു കഴിയുമ്പോൾ നന്മയും കരുണയും നമ്മെ പിന്തുടരും. നമ്മൾ അതിനെ അന്വേഷിച്ച് പോകേണ്ട ആവശ്യമില്ല പ്രിയപ്പെട്ടവരെ. അത് നമ്മെ പിന്തുടരും. നമുക്ക് ആവശ്യമുള്ളത് കർത്താവ് നിശ്ചയമായി നമുക്ക് തരും. ഹല്ലേലൂയ. സങ്കീർത്തനം 34-ാമത്തെ അധ്യായം അതിന്റെ 10-ാമത്തെ വാക്യം നമ്മൾ വായിക്കുന്നുവെങ്കിൽ അവിടെ ഇങ്ങനെ പറയുന്നു, ബാലസിംഹങ്ങളും ഇര കിട്ടാതെ വിശന്നിരിക്കും, യഹോവയെ അന്വേഷിക്കുന്നവർക്കോ ഒരു നന്മയ്ക്കും കുറവില്ല. യു വിൽ ലാക്ക് നത്തിങ് ഗുഡ്. നമ്മുടെ ജീവിതത്തിൽ ഒരു നന്മയും കുറവില്ലാത്ത രീതിയിൽ നമുക്ക് ആവശ്യമുള്ള നന്മ നൽകുവാൻ, നമുക്ക് അത്യാവശ്യമുള്ള കൃപകൾ നൽകുവാൻ, അത്യാവശ്യമുള്ള വിടുതൽ നൽകുവാൻ, അത്യാവശ്യമുള്ള കാര്യങ്ങളെ തീർക്കുവാൻ വേണ്ടുന്ന ജ്ഞാനവും ആലോചനയും കൃപകളും എല്ലാം നൽകുവാൻ അവൻ മതിയായവനായിരിക്കും. ഞാൻ നിങ്ങൾ ചെയ്യേണ്ടത് ഒന്ന് മാത്രം, നമ്മളെ തിരഞ്ഞെടുത്തു ശരിയാണ്, എന്നാൽ നമ്മൾ അവനെ അന്വേഷിക്കുന്നവരായിരിക്കുന്നുവോ, അവനെ തേടുന്നവരായിരിക്കുന്നുവോ, അവന്റെ സന്നിധിയിൽ നമ്മുടെ ഹൃദയം പകരുന്നവരായി, പ്രാർത്ഥിക്കുന്നവരായി, അവന്റെ സന്നിധിയിൽ നിന്ന് പ്രാപിക്കുന്നവരായിരിക്കുന്നുവോ പ്രിയപ്പെട്ടവരെ? അത് മാത്രം നമ്മൾ ശ്രദ്ധിക്കുക. അപ്പൊ നന്മ ഏതെങ്കിലും കുറവുണ്ടെങ്കിൽ അതിന്റെ അർത്ഥം നമ്മൾ അന്വേഷിക്കുന്നത് പോരാ, നമ്മൾ തിരഞ്ഞത് പോരാ, നമ്മൾ
നമ്മളെ തന്നെ മുറ്റുമായി ദൈവസന്നിധിയിൽ സമർപ്പിച്ചത് പോരാ എന്ന അർത്ഥം. 3 വ്യക്തികളെ ഞാൻ നിങ്ങൾക്ക് ദൈവത്തിന്റെ വചനത്തിൽ നിന്ന് നിങ്ങൾക്ക് കാണിച്ചു തരുവാൻ ഞാൻ താല്പര്യപ്പെടുന്നു. ഉൽപ്പത്തിയുടെ പുസ്തകം 21-ാമത്തെ അധ്യായം, അതിന്റെ 14 മുതൽ 20 വരെയുള്ള വാക്യങ്ങളെ നിങ്ങൾ സമയം കിട്ടുമ്പോൾ വായിക്കുവാൻ തക്കവണ്ണം ഞാൻ താല്പര്യപ്പെടാം. നിങ്ങൾ ഓർക്കുമ്പം അത് വായിക്കണം ദയവ് ചെയ്ത്. ജെനസിസ് ചാപ്റ്റർ 21 വേഴ്സ് 14 to 20. അവിടെ കാണുന്നത്, അബ്രഹാം അതികാലത്ത് എഴുന്നേറ്റ് അപ്പവും ഒരു തുരുത്തി വെള്ളവും എടുത്ത് ഹാഗാറിന്റെ തോളിൽ വെച്ച് കുട്ടിയും കൊടുത്ത് അവളെ അയച്ചു. അവൾ പുറപ്പെട്ടു പോയി ബേർശബ മരുഭൂമിയിൽ ഉഴന്നു നടന്നു. തുരുത്തിയിലെ വെള്ളം ചെലവായ ശേഷം അവൾ കുട്ടിയെ ഒരു കുറുങ്കാട്ടിൽ തണലിൽ ഇട്ടു. അവൾ പോയി അതിനെതിരെ ഒരു അമ്പിൻ പാട് ദൂരത്ത് ഇരുന്നു. കുട്ടിയുടെ മരണം എനിക്ക് കാണേണ്ട എന്ന് പറഞ്ഞ് എതിരെ ഇരുന്ന് ഉറക്കെ കരഞ്ഞു. ദൈവം ബാലന്റെ നിലവിളി കേട്ടു. ദൈവത്തിന്റെ ദൂതൻ ആകാശത്ത് നിന്ന് ഹാഗാറിനെ വിളിച്ച് അവളോട്, ഹാഗാറെ, നിനക്ക് എന്ത്? നീ ഭയപ്പെടേണ്ട. ബാലൻ ഇരിക്കുന്ന ഇടത്ത് നിന്ന് അവന്റെ നിലവിളി ദൈവം കേട്ടിരിക്കുന്നു. നീ ചെന്ന് ബാലനെ താങ്ങി എഴുന്നേൽപ്പിച്ചു കൊള്ളുക. ഞാൻ അവനെ ഒരു വലിയ ജാതിയാക്കും എന്ന് അരുളി ചെയ്തു. ദൈവം അവളുടെ കണ്ണു തുറന്നു. അവൾ ഒരു നീരുറവ കണ്ടു. ചെന്ന് തുരുത്തിയിൽ വെള്ളം നിറച്ച് ബാലനെ കുടിപ്പിച്ചു. ദൈവം ബാലനോടുകൂടെ ഉണ്ടായിരുന്നു. അവൻ മരുഭൂമിയിൽ പാർത്തു. മുതിർന്നപ്പോൾ ഒരു വില്ലാളിയായി തീർന്നു എന്ന് അവിടെ വായിക്കുവാൻ സാധിക്കും. പ്രിയപ്പെട്ടവരെ, നമ്മളിവിടെ ധ്യാനിച്ചുകൊണ്ടിരിക്കുന്നത് യു ആർ ചോസൺ. നമ്മൾ തിരഞ്ഞെടുക്കപ്പെട്ടവർ. തിരഞ്ഞെടുക്കപ്പെട്ടവരാണേലും ചില സമയത്ത് നമ്മൾ പരിഹാസികളായി, ഈ ഹാഗാറിന്റെ മകൻ ഇസ്മയിലിനെ പോലെ പരിഹാസികളായി ജീവിക്കുന്നുവെങ്കിൽ ചില സമയത്ത് നമ്മുടെ ജീവിതത്തിൽ ഞെരുക്കം വന്നേക്കാം, പോരാട്ടം വന്നേക്കാം, നമ്മളെ അനേകർ നിരസിച്ചെന്നിരിക്കാം. അതാണ് സംഭവിച്ചിരിക്കുന്നത് ഇവിടെ. ഹാഗാറും അബ്രഹാമും സാറായും അവളെ നിരസിച്ച് അവളെ പറഞ്ഞു വിടുകയാണ്. ദൈവത്തിന്റെ ആലോചന പ്രകാരം ചെയ്യുകയാണ്. എന്നാലും കർത്താവ് ഇവളുടെ കരച്ചിൽ കേട്ട്, ഇവളുടെ കണ്ണുനീരിനെ കണ്ട് അവളോട് ഇടപെടുന്നതായിട്ട് നമുക്ക് കാണുവാൻ സാധിക്കും. അപ്പൊ മനുഷ്യർക്ക് ഒരു കുപ്പി വെള്ളം, ഒരു ചെറിയ അപ്പം മാത്രമേ കൊടുക്കാൻ പറ്റത്തുള്ളൂ, അല്പമേ കൊടുക്കാൻ പറ്റത്തുള്ളൂ, കുറച്ചു കാലത്തേക്ക് സപ്പോർട്ട് ചെയ്യാൻ പറ്റത്തുള്ളൂ. എന്നാൽ ദൈവം കൊടുത്തത് അവൾക്കൊരു നീരുറവയാണ്. ശ്രദ്ധിക്കണം പ്രിയപ്പെട്ടവരെ, എന്നെ നിങ്ങളിൽ സ്നേഹിക്കുന്നവനായ കർത്താവ് മനുഷ്യനെ പോലെ അല്ല. മനുഷ്യൻ അളന്നേ കൊടുക്കത്തുള്ളൂ. എന്നാൽ എന്നെ നിങ്ങളെയും സൃഷ്ടിച്ചവനായ ദൈവം അളവില്ലാത്ത നന്മകളെ തരുവാൻ മതിയായ, സകല നന്മകൾക്കും ഉറവിടമായ കർത്താവിങ്കിൽ നിന്ന് വരുമ്പോൾ അവൻ തീർച്ചയായും അനുഗ്രഹത്തിന്റെ പരിപൂർണത നമുക്ക് നൽകും. യാക്കോബ് 1:17. പ്രിയപ്പെട്ടവർ, ഇവിടെ കാണുവാൻ സാധിക്കുന്നു, അബ്രഹാം ഒരു തുരുത്തി വെള്ളം കൊടുത്തു, എന്നാൽ ദൈവം അവർക്ക് ഒരു നീരുറവ കൊടുത്തു. അപ്പൊ ഇവിടെ ശ്രദ്ധിക്കേണ്ടത് 19-ാമത്തെ വാക്യം, ദൈവം അവളുടെ കണ്ണു തുറന്നു, അവൾ ഒരു നീരുറവ കണ്ടു. എന്ന് വെച്ച് കഴിഞ്ഞാൽ നീരുറവ അവിടെ മുമ്പേ ഉണ്ടായിരുന്നു. അവൾക്ക് കാണുവാൻ സാധിക്കാതെ കണ്ണടഞ്ഞിരിക്കുമായിരുന്നു. എന്നിലും നിങ്ങളിലും അതുപോലെ സംഭവിക്കാം. അനേക സമയങ്ങളിൽ ദൈവത്തോടായി നമ്മൾ അടുത്തല്ലാതെ ദൂരത്തായിരിക്കുമ്പോൾ നമുക്കായി ഒരുക്കി വെച്ചിരിക്കുന്ന കർത്താവ് നമുക്കായി ഒരുക്കി വെച്ചിരിക്കുന്ന നന്മകൾ നമ്മുടെ കണ്ണുകൾ കാണത്തില്ല. പ്രിയപ്പെട്ടവരെ, ശത്രുവായ അവൻ കണ്ണുകളെ കുരുടാക്കി കാണും. എന്നാൽ കർത്താവിന്റെ സന്നിധിയിലേക്കായി കടന്നു ചെന്ന് കണ്ണുനീരോടുകൂടി, ഹൃദയനുറുക്കത്തോടുകൂടി, വേദനയോടുകൂടി, ഭാരത്തോടുകൂടി നമ്മുടെ ഹൃദയത്തെ പകരുമ്പോൾ കർത്താവ് നമ്മുടെ കണ്ണ് തുറന്നു തരും. ഇതാ മകനെ, നിനക്ക് ഞാൻ വെച്ചിരിക്കുന്ന നന്മ. ഇതാ മകനെ, നിനക്ക് വെച്ചിരിക്കുന്ന വാതിൽ, ഇതിലൂടെ കടന്നു ചെല്ലുക. ഇതാ മകനെ, വഴി, ഇതിലൂടെ കടന്നു ചെല്ലുക എന്ന് കർത്താവ് നമ്മെ സഹായിക്കും, വഴി നടത്തും, ആലോചന നൽകും. പ്രിയപ്പെട്ടവരെ, ദൂതായി സ്വീകരിച്ചു കൊള്ളുക. പ്രിയപ്പെട്ടവർ, നിങ്ങൾ ഒരുപക്ഷെ മറ്റുള്ളവരാൽ നിരസിക്കപ്പെട്ടവരായിരിക്കാം, മറ്റുള്ളവരായി ത്യജിക്കപ്പെട്ടവരായിരിക്കാം, മറ്റുള്ളവർ ആരും എന്നെ സഹായിപ്പാനില്ല, ഞാൻ ഒറ്റപ്പെട്ടവനായി നിൽക്കുന്നു, ഞാൻ മരുഭൂമിയിലായി നിൽക്കുന്നു, ഭാവി എന്തായി തീരുമെന്ന് നിങ്ങൾ കലങ്ങിയിരിക്കാം. എന്നാൽ കർത്താവ് പറഞ്ഞു, എന്നെ നോക്കി വിളിക്കുക, ഞാൻ നിന്നെ സഹായിക്കും, നിന്നെ വിടുവിക്കും, നിന്നെ മഹത്വപ്പെടുത്തും, നിന്നെ ഉയർത്തും എന്ന് കർത്താവിന്റെ വാക്യം ഓർപ്പിക്കുന്നു. പ്രിയപ്പെട്ടവരെ, ഇവിടെ അവൾ കരഞ്ഞു, എന്നാൽ അവൾക്ക് നീരുറവ് കൊടുത്ത് അവളെ വലിയ ജാതിയാക്കുവാൻ, മകനിലൂടെ വലിയ ജാതിയാക്കുവാൻ തക്കോണം അവിടെ കണ്ടതായിട്ട് നാം കാണുവാൻ സാധിക്കും. രണ്ടാമത്തെ വ്യക്തി നമ്മൾ കാണുവാൻ സാധിക്കുന്നത് പുറപ്പാടിന്റെ പുസ്തകം 15-ാമത്തെ അധ്യായം
എക്സോഡസ് ചാപ്റ്റർ 15 വേഴ്സ് 22-27. അപ്പൊ ഇവിടെ നമുക്ക് കാണുവാൻ സാധിക്കുന്നത് ഇസ്രായേൽ ജനങ്ങളെല്ലാം കടന്നു പോകുന്നതായിട്ട്, എന്നുവെച്ചാൽ ഈജിപ്തിൽ നിന്ന് വാഗ്ദത്ത ദേശത്തേക്ക് കടന്നു പോകുവാനായിട്ട് കടന്നു ചെല്ലുന്നു. അപ്പൊ 22-ാമത്തെ വാക്യം തൊട്ട്, അനന്തരം മോശെ ഇസ്രായേലിനെ ചെങ്കടലിൽ നിന്ന് പ്രയാണം ചെയ്യിച്ചു. അവർ ശൂർ മരുഭൂമിയിൽ ചെന്ന് 3 ദിവസം മരുഭൂമിയിൽ വെള്ളം കിട്ടാതെ സഞ്ചരിച്ചു. മാറയിൽ എത്തിയാറെ മാറയിലെ വെള്ളം കുടിപ്പാൻ അവർക്ക് കഴിഞ്ഞില്ല, അത് കയ്പുള്ളതായിരുന്നു. അതുകൊണ്ട് അതിന് മാറ എന്ന് പേരിട്ടു. അപ്പോൾ ജനം ഞങ്ങൾ എന്ത് കുടിക്കും എന്ന് പറഞ്ഞ് മോശയുടെ നേരെ പിറുപിറുത്തു. അവൻ യഹോവയോട് അപേക്ഷിച്ചു. യഹോവ അവന് ഒരു വൃക്ഷം കാണിച്ചു കൊടുത്തു. അവൻ അത് വെള്ളത്തിലിട്ടപ്പോൾ വെള്ളം മധുരമായി തീർന്നു. അവിടെ വെച്ച് അവൻ അവർക്ക് ഒരു ചട്ടവും പ്രമാണവും നിയമിച്ചു. അവിടെ വെച്ച് അവൻ അവരെ പരീക്ഷിച്ചു. നിന്റെ ദൈവമായ യഹോവയുടെ വാക്ക് നീ ശ്രദ്ധയോടെ കേട്ട് അവന് പ്രസാദമുള്ളത് ചെയ്യുകയും അവന്റെ കൽപ്പനകളെ അനുസരിച്ച് അവന്റെ സകല വിധികളും പ്രമാണിക്കുകയും ചെയ്താൽ ഞാൻ മിസ്രൈമ്യർക്ക് വരുത്തിയ വ്യാധികളിൽ ഒന്നും നിനക്ക് വരുത്തുകയില്ല. ഞാൻ നിന്നെ സൗഖ്യമാക്കുന്ന യഹോവ ആകുന്നു എന്ന് അരുളി ചെയ്തു. പിന്നെ അവർ ഏലീമിലെത്തി. അവിടെ 12 നീരുറവും 70 ഈന്തപ്പഴവും പനിയും ഉണ്ടായിരുന്നു. അവർ അവിടെ വെള്ളത്തിനരികെ പാളയങ്ങൾ. ഇവിടെ ശ്രദ്ധിക്കണം, ഇസ്രായേൽ ജനങ്ങൾ, യഹോവയാൽ തിരഞ്ഞെടുക്കപ്പെട്ട ജനം, വിളിക്കപ്പെട്ട ജനം, അവർ മരുഭൂമിയിലൂടെ കടന്നു പോകുമ്പോൾ വെള്ളമില്ല. എന്നാൽ വെള്ളം കണ്ടപ്പോൾ അത് കുടിക്കാൻ പറ്റാത്ത ഒരു അവസ്ഥ, ഭയങ്കര കയ്പായ ഒരു അവസ്ഥ. നമ്മുടെ ജീവിതത്തിൽ അങ്ങനെ ഉണ്ടോ പ്രിയപ്പെട്ടവരെ? നമ്മൾ ഒത്തിരിയധികം ഞെരുക്കത്തിലായിരിക്കുന്നു. എന്നാൽ ഞെരുക്കത്തിന് അതിൽ നിന്ന് ഒരു വിടുതൽ ലഭിക്കണം എന്ന് പറഞ്ഞ ഒരു സാഹചര്യം വരുമ്പോൾ അതിന് നമുക്ക് അടുത്ത് അതിൽ നിന്ന് പ്രാപിക്കാൻ പ്രയാസം, അത് ഏറ്റെടുപ്പാൻ പ്രയാസം, അത് ഉപയോഗിക്കാൻ നമുക്കൊരു തടസ്സം. നമ്മുടെ ജീവിതത്തിൽ പ്രശ്നത്തിന്മേൽ പ്രശ്നം അങ്ങനെ ആയിരിക്കുന്നു പ്രിയപ്പെട്ടവരെ. ഇവിടെ അപ്പം യഹോവ ഒരു കാര്യം മോശയോട് പറഞ്ഞിട്ടോ. മോശ പ്രാർത്ഥിച്ചപ്പം യഹോവ 25-ാമത്തെ വാക്യം, യഹോവയോട് അപേക്ഷിച്ചു. യഹോവ അവന് വൃക്ഷം കാണിച്ചു കൊടുത്തു. എന്ത് ചെയ്യണമെന്ന് പറഞ്ഞില്ല, കാണിച്ചു കൊടുത്തേ ഉള്ളൂ. അപ്പൊ അതിന്റെ അർത്ഥം എന്താ പ്രിയപ്പെട്ടവരെ? ഞാനും നിങ്ങളും ദൈവസന്നിധിയിലായ പ്രയാസത്തിലിരിക്കുമ്പോൾ പിറുപിറുക്കുവാനല്ല, മുറുമുറുക്കുവാനല്ല, നമ്മൾ ഗ്രംബിൾ ചെയ്യുവാനല്ല, പകരം ദൈവത്തിന്റെ സന്നിധിയിലായി അപേക്ഷിക്കുമ്പോൾ അതിന്റെ സൊല്യൂഷൻ കർത്താവ് കാണിച്ചു തരും. അപ്പൊ അത് വെള്ളത്തിലിട്ടപ്പോൾ അതെല്ലാം മധുരമായി തീർന്നു. അപ്പൊ ആ പ്രശ്നത്തിന്റെ പരിഹാരം അതിന്റെ അടുത്തന്നെ ഉണ്ടായിരുന്നു. അവരത് കാണുന്നുണ്ടായിരുന്നു. പക്ഷേ ഇതൊരു പരിഹാരമെന്ന് അവർ അറിഞ്ഞിരുന്നില്ല. ഹാഗാർ അവള് കണ്ണ് തുറന്നപ്പോഴാണ് നീരുറവ കണ്ടത്. ഇവിടെ ഒരു മരങ്ങളെല്ലാം കാണുന്നുണ്ടായിരുന്നു. പക്ഷെ they never knew that this was a solution for their problem. നമ്മുടെ ജീവിതത്തിലും മുറ്റുമായി കർത്താവിന്റെ സന്നിധിയിൽ നമ്മളെ സമർപ്പിക്കുമെങ്കിൽ അത് ഒരു അനുഗ്രഹമാക്കി തീർക്കുവാൻ, ഒരു സൊല്യൂഷൻ നമുക്ക് നൽകുവാൻ, ഒരു പ്രശ്നങ്ങളെ നീക്കുവാൻ, അത് തീരുമാനം നൽകുവാൻ തക്കവണ്ണം കർത്താവിന് സാധിക്കും. എപ്പോഴാണെന്നറിയാവോ? കർത്താവിന്റെ സന്നിധിയിൽ നമ്മൾ സമർപ്പിക്കുമ്പോൾ. ഓർക്കണം, വെള്ളത്തിന് വേണ്ടി അവർ ഒത്തിരിയധികം പ്രയാസപ്പെട്ടു. കയ്പായ വെള്ളമെല്ലാം മാറ്റി. എന്നാൽ അവസാനം വന്നപ്പോൾ ശ്രദ്ധിക്കണേ, 27 അവരെ 12 നീരുറവ കൊടുത്തു. വിശന്ന വലഞ്ഞു നടക്കുക. 70 ഈന്തപ്പനയും അവിടെ ഉണ്ടായിരുന്നു. അപ്പൊ അത്രയും ഭക്ഷണവും എല്ലാം കൊടുക്കുവാൻ അവൻ മതിയായ. അപ്പൊ നമ്മളെ വിളിച്ചുവെങ്കിൽ, നമ്മളെ തിരഞ്ഞെടുത്തുവെങ്കിൽ, നമ്മെ വേർതിരിച്ച് നടത്തുന്നുവെങ്കിൽ അവൻ സകലതും നൽകുവാൻ അവന് സാധ്യമാ പ്രിയപ്പെട്ടവരെ. ഹല്ലേലൂയ. ഈ കഴുതയെ കൊണ്ടുവരുവാൻ അവൻ പറഞ്ഞു. കൊണ്ടുവന്നപ്പോൾ അതിനെ അലങ്കരിച്ചു. തങ്ങളുടെ വസ്ത്രങ്ങളെല്ലാം അലങ്കരിച്ചു. അതിന്റെ മുകളിൽ യേശു കർത്താവിനെ ഇരുത്തി കൊണ്ടുപോകുവാൻ തക്കവണ്ണം അവർ പോകുന്ന വഴിയിലെല്ലാം ചില്ലകളെ ഇട്ട് കൊണ്ടുപോയി എന്ന് നമ്മൾ മാർക്കോസിന്റെ സുവിശേഷത്തിൽ വായിച്ചു. പ്രിയപ്പെട്ടവരെ, ഞാനും നിങ്ങളും കടന്നു പോകുമ്പോൾ നമ്മൾ സ്തുതികളുടെ ശബ്ദം കേൾക്കുന്നുണ്ടോ? നമ്മളിൽ വസിക്കുന്ന യേശു കർത്താവിന് മഹത്വം കിട്ടുന്ന രീതിയിലായി നമ്മൾ പ്രവർത്തിക്കുന്നുണ്ടോ? വിശുദ്ധിയിലാണോ നമ്മൾ ജീവിക്കുന്നത്? താഴ്മയിലാണോ നമ്മൾ ജീവിക്കുന്നത്? എളിമയിലാണോ നമ്മൾ ജീവിക്കുന്നത്? വിശ്വാസത്തോടുകൂടിയാണ് ജീവിക്കുന്നത് എന്ന് നമ്മളെ തന്നെ ശോധന ചെയ്യണം പ്രിയപ്പെട്ടവർ. ആ കഴുതയുടെ പുറത്ത് യേശു കർത്താവ് പോയപ്പോൾ ഒത്തിരിയധികം സ്തുതികളും സ്തോത്രങ്ങളെല്ലാം കേട്ടപ്പം അത് കഴുതയ്ക്കുള്ളതായിരുന്നില്ല, കഴുതയുടെ പുറത്ത് ചുമന്നുകൊണ്ട് പോകുന്ന ആ യേശുവിനായിരുന്നു.
പ്രിയപ്പെട്ടവരെ, ഞാനും നിങ്ങളും പലപ്പോഴും എന്നെ അപ്രിഷിയേറ്റ് ചെയ്യാൻ ആരുമില്ല, എന്നെ അപ്ലോഡ് ചെയ്യാൻ ആരുമില്ല, എനിക്ക് വേണ്ടി കൈകൊട്ടുവാനോ ഞാൻ ചെയ്യുന്ന നല്ലത് കുറിച്ച് പറയുവാനോ ആരുമില്ല എന്ന് പറഞ്ഞാൽ നിങ്ങൾ കലങ്ങിയിരിക്കേണ്ട പ്രിയപ്പെട്ടവരെ. എല്ലാ മഹത്വവും കർത്താവിന് മാത്രം കൊടുക്കുക. എല്ലാ സ്തുതിയും സ്തോത്രവും കർത്താവിന് മാത്രം കൊടുക്കുക. എന്നാൽ ഒരു കാര്യം നമ്മൾ ശ്രദ്ധിക്കണം. ഈ സ്തുതിയും സ്തോത്രവും എല്ലാം കേട്ടപ്പോൾ ദൈവം അതെല്ലാം യേശു കർത്താവ് സ്വീകരിച്ചെന്നാണോ നിങ്ങൾക്ക് തോന്നുന്നത് പ്രിയപ്പെട്ടവരെ? ഹല്ലേലൂയ. ലൂക്കോസിന്റെ സുവിശേഷം അതിന്റെ 19-ാമത്തെ അധ്യായം എല്ലാരും ആർത്ത് വിളിച്ചുകൊണ്ടിരിക്കുക, ഓശന ഓശന എന്ന് പറഞ്ഞു. എന്നാൽ 41-ാമത്തെ വാക്യം വായിക്കുമ്പോൾ യേശു കർത്താവ് നഗരത്തിന് സമീപിച്ചപ്പോൾ അതിനെ കണ്ട് അതിനെക്കുറിച്ച് കരഞ്ഞു. അപ്പം കർത്താവിനെ ഉയർത്തിയപ്പോഴോ സ്തുതിച്ചപ്പോഴോ മഹത്വപ്പെടുത്തിയപ്പോഴോ അതിനെ കണ്ട് ആഹ്ലാദിച്ച് അങ്ങ് ഒത്തിരിയധികം സന്തോഷിച്ചു പോയെന്നല്ല അവിടെ കണ്ടത്. അഴിയുവാൻ പോകുന്ന, നശിക്കുവാൻ പോകുന്ന, ആ നിത്യനാശത്തിലേക്ക് പോകുവാൻ പോകുന്ന ആ നഗരത്തെ കണ്ട് അവൻ കരഞ്ഞു എന്ന് അവിടെ കാണുവാൻ സാധിക്കും. ഞാനും നിങ്ങളും യേശുവിനെ പോലെ അപ്രിസിയേഷന് വേണ്ടി നിൽക്കാതെ മറ്റുള്ളവർക്ക് വേണ്ടി കരയുവാൻ, ഇടിവിൽ നിൽക്കുവാൻ, മറ്റുള്ളവർക്ക് വേണ്ടി ഇന്റർസെസറി പ്രെയർ ഒക്കെ ചെയ്യുവാൻ നമ്മളെ തന്നെ സമർപ്പിക്കണം പ്രിയപ്പെട്ടവർ. കണ്ണുനീരിനെ തുടയ്ക്കുന്നവൻ കർത്താവ്, എന്നാൽ പ്രാർത്ഥിക്കുവാൻ നമ്മൾ കടപ്പെട്ടവരാണ്. മറ്റുള്ളവരെ കരം പിടിച്ച് ഉയർത്തുന്നത് കർത്താവ്, എന്നാൽ പ്രാർത്ഥിക്കുന്നതിന്റെ കടമ നമുക്കുണ്ട് പ്രിയപ്പെട്ടവരെ. അതുകൊണ്ട് നമ്മൾ ഇടിവിൽ നിൽക്കാം, പ്രാർത്ഥിക്കാം. അപ്പൊ ഇവർക്ക് ഈ കഴുതയെ വിടുവിപ്പാൻ തക്കവണ്ണം 2 ശിഷ്യന്മാരെ അയച്ചു, അല്ലെ? 2 ശിഷ്യന്മാരെ അയച്ചു. അവര് പോയി ചോദിച്ചു, വിടുവിച്ചു. നമുക്കും 2 കാര്യങ്ങളെ കർത്താവ് തന്നിട്ടുണ്ട്. നിങ്ങൾ ഏത് കെട്ടപ്പെട്ട അവസ്ഥയിലാണേലും കർത്താവിന്റെ വാക്യം ഇങ്ങനെ ഓർപ്പിക്കുന്നു. യോഹന്നാന്റെ സുവിശേഷം 8-ാമത്തെ അധ്യായം 32-ാമത്തെ വാക്യം, നിങ്ങൾ സത്യം അറിയുകയും സത്യം നിങ്ങളെ വിടുവിക്കുകയും ചെയ്യും. യു വിൽ നോ ദ ട്രൂത്ത് ആൻഡ് ദ ട്രൂത്ത് വിൽ സെറ്റ് യു ഫ്രീ. ദൈവത്തിന്റെ വചനം അയച്ച് നമ്മളെ വിടുവിക്കുന്നവനായ കർത്താവ്, ദൈവത്തിന്റെ വചനത്തിലൂടെ നമുക്ക് വേണ്ടുന്ന സത്യം ബോധിപ്പിച്ച് നമ്മളെ വിടുവിക്കുന്ന കർത്താവ് നമ്മോടുകൂടെ ഉണ്ട്. ഹല്ലേലൂയ. രണ്ടാമത്തത്, അതിന്റെ 36-ാമത്തെ വാക്യം നോക്കുമ്പോൾ, ഈ സൺ സെറ്റ്സ് യു ഫ്രീ, യു ആർ ഫ്രീ ഇൻഡീഡ്. പുത്രനായ യേശു ക്രിസ്തു നിങ്ങളെ വിടുവിക്കുന്നെങ്കിൽ ആ വിടുതൽ പൂർണ്ണമായുള്ളതെന്ന് അവിടെ നമുക്ക് കാണുവാൻ സാധിക്കും. പ്രിയപ്പെട്ടവരെ, ഒരു കാര്യം കൂടി, ഒരു വ്യക്തിയും കൂടി നിങ്ങൾക്ക് കാണിച്ച് നമുക്ക് പ്രാർത്ഥിക്കുവാനായിട്ട് കടന്നു ചെല്ലാം. ന്യായാധിപതികളുടെ പുസ്തകം അതിന്റെ 15-ാമത്തെ അധ്യായം 12 മുതലുള്ള വാക്യങ്ങളെ നമ്മൾ വായിക്കുമ്പോൾ അവിടെ നമുക്ക് കാണുക, ഞാൻ അതിനെ ഷോർട്ടായിട്ട് ഞാൻ ബ്രീഫായിട്ട് ഞാൻ പറയാം. അവിടെ ശിംശോൻ എന്ന ഒരുവനുണ്ട്. അവൻ ആത്മാവിനാൽ നിറയപ്പെട്ട് ദൈവത്തിന്റെ വല്ലഭത്വവും വെളിപ്പെടുത്തുന്ന രീതിയിൽ പ്രവർത്തിക്കുന്നവനാണ്. ഫെലിസ്തീർക്കെതിരെ അവൻ യുദ്ധം ചെയ്യുന്നവനാണ്. എന്നാൽ ഇപ്പോൾ ഒരു പ്രശ്നം വന്നിരിക്കുന്നു. യഹൂദിയിലുള്ള ജനങ്ങളൊക്കെയും അവനെടുക്കുമെന്ന് പറയുക, നീ എന്തുകൊണ്ട് ഇങ്ങനെ ചെയ്യുന്നു? ഫെലിസ്തീരെല്ലാം ഇങ്ങനെ പ്രശ്നമുണ്ടാക്കുന്നു. അത് കാരണം ഞങ്ങൾ ഒരു കാര്യം ചെയ്യാം, നിന്നെ എല്ലാം കൈകാലെല്ലാം കെട്ടിയേച്ച് ഞങ്ങൾ നിന്നെ അവരുടെ അടുക്ക് ഏൽപ്പിച്ചേക്കാം. ഒരു കണ്ടീഷനാണ് പറയുന്നത്, നിങ്ങൾ എന്നെ കൊല്ലുന്നില്ലെങ്കിൽ അതുപോലെ ചെയ്തോളൂ. അപ്പൊ അവര് പറയുക, യഹൂദിയർ പറയുന്നു, ഞങ്ങൾ കൊല്ലത്തില്ല, ഞാൻ നിന്നെ കൈയും കാലും കെട്ടി ഫെലിസ്തരെ ഏൽപ്പിക്കുക മാത്രമേ. അപ്പൊ അതുപോലെ അവരെന്ത് ചെയ്തു? അവന്റെ കൈയും കാലും എല്ലാം കെട്ടി അവരെന്ത് ചെയ്തു? അവർ ലേഹിയിൽ എത്തിയപ്പോൾ, എന്നുവെച്ചാൽ ലേഹി എന്ന് പറഞ്ഞ ഒരു സ്ഥലത്ത് എത്തിയപ്പോൾ, അതിന്റെ 14-ാമത്തെ വാക്യം ഞാൻ വായിക്കാം കേട്ടോ. ന്യായാധിപതിമാരുടെ പുസ്തകം, ജഡ്ജസ് ചാപ്റ്റർ 15 വേഴ്സ് 14 ഓൺവേഴ്സ്. അവർ ലേഹിയിൽ എത്തിയപ്പോൾ ഫെലിസ്തീയർ അവനെ കണ്ടിട്ട് ആർത്തു. എന്നുവെച്ചാൽ കെട്ടപ്പെട്ട ശിംശോനെ കണ്ടപ്പോൾ ആർത്തു. അപ്പോൾ യഹോവയുടെ ആത്മാവ് അവന്റെ മേൽ വന്ന് അവന്റെ കൈ കെട്ടിയിരിക്കുന്ന കയർ തീ കൊണ്ട് കരിഞ്ഞ ചണനൂൽ പോലെ ആയി. അവന്റെ ബന്ധനങ്ങൾ കൈമേൽ നിന്ന് ദ്രവിച്ചുപോയി. അവനൊരു കഴുതയുടെ പച്ചത്താടിയിൽ കണ്ട് കൈനീട്ടിയെടുത്ത് അതുകൊണ്ട് 1000 പേരെ കൊന്നുകളഞ്ഞു. കഴുതയുടെ താടിയെല്ല് കൊണ്ട് കുന്നു 1, കുന്നു 2, കഴുതയുടെ താടിയെല്ല് കൊണ്ട് 1000 പേരെ ഞാൻ സംഹരിച്ചു എന്ന് ശിംശോൻ പറഞ്ഞു. ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞിട്ട് അവൻ താടിയെല്ല് കയ്യിൽ നിന്ന് എറിഞ്ഞു കളഞ്ഞു. ആ സ്ഥലത്തിന് രാമാത്ത് ലേഹി എന്ന് പേരായി. പിന്നെ അവൻ വളരെ ദാഹിച്ചിട്ട് യഹോവയോട് നിലവിളിച്ചു, അടിയന്റെ കയ്യാൽ ഈ മഹാജയം നീ നൽകിയല്ലോ, ഇപ്പോൾ ഞാൻ ദാഹം കൊണ്ട് മരിച്ച് അഗ്രചർമ്മികളുടെ കയ്യിൽ വീഴണമോ എന്ന് പറഞ്ഞു. അപ്പോൾ ദൈവം ലേഹിയിൽ ഒരു കുഴി പിളരുമാറാക്കി, അതിൽ നിന്ന് വെള്ളം പുറപ്പെട്ടു,
അവൻ കുടിച്ച് ചൈതന്യം പ്രാപിച്ച് വീണ്ടും ജീവിച്ചു. അതുകൊണ്ട് അതിന് എൻ ഹക്കാരെ എന്ന് പേരായി. അത് ഇന്ന് വരെയും ലേഹിയിലുണ്ട്. അവൻ ഫെലിസ്തീനയുടെ കാലത്ത് ഇസ്രയേലിന് 20 സംവത്സരം ന്യായപാലനം ചെയ്തു എന്നവിടെ കാണുവാൻ സാധിക്കും. പ്രിയപ്പെട്ടവരെ, ഇവിടെ നമ്മൾ കണ്ടത്, നമ്മൾ ധ്യാനിച്ചുകൊണ്ടിരിക്കുന്ന യു ആർ ചോസൺ. നമ്മൾ ഏത് കെട്ടിലായിരുന്നാലും, ഏത് കെണിയിലായിരുന്നാലും, ഏത് ബന്ധനത്തിലായിരുന്നാലും, ഏത് ബോണ്ടേജിലായിരുന്നാലും, ഏത് സ്ലേവറിയിലായിരുന്നാലും നമ്മെ വിടുവിപ്പാൻ ദൈവം ശക്തൻ. ഇവനെ കയ്യും കാലും കെട്ടി ഇവിടെ കൊണ്ടുവന്ന് വിട്ടപ്പോൾ യഹോവയുടെ ആത്മാവിന്റെ മേൽ വന്നു. കയറ് തീ കൊണ്ട് കരിഞ്ഞ് ചണനൂൽ പോലെ അവന്റെ ബന്ധനങ്ങൾ കൈമേൽ നിന്ന് അഴിഞ്ഞുപോയെന്നല്ല, ദ്രവിച്ചുപോയെന്ന് അവിടെ ഇട്ടേക്കുന്നത്. പ്രിയപ്പെട്ടവരെ, 2 കൊരിന്ത്യർ 3-ാമത്തെ അധ്യായം 17-ാമത്തെ വാക്യം, വേർ ദർ ഇസ് സ്പിരിറ്റ് ദർ ഇസ് ലിബർട്ടി. ആത്മാവ് എവിടെയുണ്ടോ അവിടെ വിടുതൽ ഉണ്ട്, തീർച്ചയായും. അപ്പൊ ആത്മാവിന്റെ വിടുതലിനായി ആ വിശുദ്ധിയോടുകൂടി അവനോട് ചേർന്ന് നമ്മൾ നിൽക്കുന്നുവെങ്കിൽ നമ്മുടെ ചങ്ങലകൾ കർത്താവ് തകർക്കും. നമ്മുടെ എല്ലാവിധമായ കെട്ടുകളും കർത്താവ് തകർക്കും. നമ്മുടെ എല്ലാവിധമായ ആ പ്രിസൺ ഡോർസിനെയും കർത്താവ് തകർക്കും. നമ്മളായിരിക്കുന്ന അടിത്തറകളെ അവൻ തീർച്ചയായും ഇളക്കും. പ്രിയപ്പെട്ടവരെ, ഹല്ലേലൂയ. ഇളക്കി അവൻ കണ്ട ഒരു ആള് വെറുമൊരു താടിയല് കൊണ്ട്, കഴുതയുടെ താടിയല് കൊണ്ട് 1000 പേരെ അവൻ കൊന്നു. എന്നാൽ ഇവിടെ സംഭവിക്കുന്നത്, ആഗാറിന് വെള്ളം കിട്ടിയില്ല, അവൾ കരഞ്ഞു, അവളുടെ കണ്ണു തുറന്നു, നീരുറവ കാണിച്ചു, അവൾ പോയി എടുത്തു കുടിച്ചു. മാറായുടെ സാഹചര്യത്തിൽ ഇസ്രായേൽ ജനത്തിന് കയ്പായിരുന്നു, മരം കാണിച്ചു, മരമിട്ടു, അത് മധുരമുള്ള വെള്ളമായി തീർന്നു. എന്നാൽ ഇവിടെ വെള്ളമില്ലാതെ അവൻ കരയുകയാ, ഞാനിപ്പോൾ മരിച്ചു പോകും, ഞാൻ ക്ഷീണിച്ചിരിക്കുന്നു, തളർന്നിരിക്കുന്നു, ഒരുപക്ഷെ ഈ അന്യജാതിക്കാരുടെ മധ്യത്തിൽ ഞാൻ മരിച്ചു പോകുമോ എന്ന് പറഞ്ഞവൻ വിളിച്ചപ്പോൾ കർത്താവ് വിളി കേട്ടു. 19-ാമത്തെ വാക്യം, ലേഹിയിൽ ഒരു കുഴി പിളരുമാറാക്കി. എന്നിട്ട് പറഞ്ഞില്ല, നീ പോയി വെള്ളം എടുത്ത് കുടിച്ചോ എന്ന് പറഞ്ഞില്ല. അതിൽ നിന്ന് വെള്ളം പുറപ്പെട്ടു. ഇതൊരു ദൂതായി സ്വീകരിക്കുക പ്രിയപ്പെട്ട. നിങ്ങൾ ഒരുപക്ഷെ ക്ഷീണിച്ചും തളർന്നും കൈയെത്താൻ പറ്റാതെ, കൈ ഉയർത്തുവാൻ സാധിക്കാതെ, കണ്ണ് ഉയർത്തുവാൻ സാധിക്കാതെ കണ്ണുനീരെല്ലാം വറ്റിപ്പോയി. കർത്താവേ, എന്നിലൊരു ബലവുമില്ല, എന്നിലൊരു പ്രത്യാശയുമില്ല, എന്നിലൊരു വിശ്വാസവുമില്ല, എനിക്ക് ഒരു ആരോഗ്യവുമില്ല, ഞാൻ തളർന്നിരിക്കുന്നു, തകർന്നിരിക്കുന്നു, ഇനി അടുത്ത ക്ഷണം ചിലപ്പോൾ ഒരുപക്ഷെ ഞാൻ മരിച്ചെന്നിരിക്കാം, ഞാൻ ഇല്ലാതായെന്നിരിക്കാം എന്ന് പറഞ്ഞ് നിങ്ങൾ വ്യാകുലപ്പെടുത്തു. കർത്താവ് ചെയ്തത് കണ്ടോ പ്രിയപ്പെട്ടവർ? അതിൽ നിന്ന് വെള്ളം പുറപ്പെട്ടു, അത് അവന്റെ പക്കലേക്കായി ഓടി വന്നു. ഹല്ലേലൂയ. അവന് വെള്ളം കുടിച്ച് ചൈതന്യം പ്രാപിച്ച് വീണ്ടും ജീവിച്ചു. തുടർന്ന് വായിച്ചപ്പോൾ നമ്മൾ കണ്ടു, അവൻ 20 സംവത്സരം ന്യായപാലനം ചെയ്തു. നിങ്ങളുടെ ആയുസ് തീരുവാനുള്ളതല്ല പ്രിയപ്പെട്ടവർ. ദൈവത്തിന്റെ പദ്ധതിയും പ്ലാനും എല്ലാം തീർക്കാതെ നിങ്ങളുടെ ആയുസ് തീരുകയില്ല. ദൈവം നിങ്ങളെ സ്നേഹിക്കുന്നവനായിരിക്കുന്നു. നിങ്ങളുടെ കണ്ണ് അടഞ്ഞിരിക്കുന്നുവോ, നിങ്ങളുടെ കണ്ണ് തുറന്ന് അവൻ ആ നീരുറവയെ കാണിച്ചു തരും. നിങ്ങൾക്ക് ലഭിക്കുന്ന നന്മ കൈപ്പായുള്ളതായിരിക്കുന്നു, അതിനെ മധുരമാക്കുവാൻ അവരൊരു പോംവഴി ഉണ്ടാക്കും. നിങ്ങൾക്ക് തീരെ വയ്യ, ഒട്ടും വയ്യ എന്ന് പറഞ്ഞ് അങ്ങനെ ചിന്തിച്ചിരിക്കുമ്പോൾ നിങ്ങളെ തേടി ദൈവത്തിന്റെ നന്മ കടന്നു വരും പ്രിയപ്പെട്ട. ഹല്ലേലൂയ. ഈ കഴുത അതുപോലെ കെട്ടപ്പെട്ടവനായിരുന്നു. അവന് കണ്ണ് കാണുന്നില്ലായിരുന്നു. അവന് യേശുവിനെ കാണാൻ പറ്റത്തില്ല. എനിക്ക് യേശുവിനെ കാണാൻ പറ്റിയില്ല. എന്നാൽ യേശു എന്നെ കണ്ടു. യേശു എന്നെ കണ്ട് എന്റെ കെട്ടുകളെ അഴിക്കുവാൻ തക്കവണ്ണം അവന്റെ സ്നേഹമുഖാന്തരം, അവന്റെ മനസ്സലിവ് മുഖാന്തരം അവൻ എന്നെ വിടുവിപ്പാൻ തക്കവണ്ണം അവന്റെ വചനത്തിലൂടെ അവൻ ഇടപെട്ടു. അവന്റെ ആത്മാവിലൂടെ അവൻ എന്നോടുകൂടെ ഇടപെട്ടു. ഹല്ലേലൂയ. അന്നേരം ഞാൻ വിടുവിക്കപ്പെട്ടവനായി ഞാൻ അവന്റെ പക്കലേക്കായി കടന്നു. ഇന്ന് ഞാൻ അവന്റെ ചുമക്കുന്ന ഒരു കഴുതയായി ഞാൻ ജീവിക്കും. അവനെ സ്തുതിക്കുന്ന സ്തുതികൾ ഞാൻ കേൾക്കുന്നു. യേശുവിനെ സ്തുതിക്കുന്ന സ്തുതികൾ ഞാൻ കേൾക്കുന്നു. എന്തുകൊണ്ടാണോ? എന്റെ മിടുക്ക് കൊണ്ടല്ല, അവൻ എന്നെ വിളിച്ചത് കൊണ്ട്, അവൻ എന്നെ തിരഞ്ഞെടുത്തത് കൊണ്ട്, അവനെ ഞാൻ പേര് നടക്കുന്നത് കൊണ്ട്. ഹല്ലേലൂയ. ഉമ്മഴകാന കൺകൾ என்னை கண்டதாலே முடிந்ததென்று நினைத்த நான் உயிர் வாழ்கின்றேன். യേശുവിന്റെ ആ അഴകുള്ള കണ്ണുകൾ എന്നെ കണ്ടതുകൊണ്ട്
ഞാൻ തീർന്നുപോയി, നശിച്ചുപോയി എന്ന് ഞാൻ വിചാരിച്ചിരുന്ന സമയത്ത് അവൻ ആളെ അയച്ച് എന്നെ അവൻ വീണ്ടെടുത്തു. யாரும் அறியாத என்னை நன்காய் அறிந்து தேடி வந்த நல்ல நேசரே, யாரும் அறியாத என்னை நன்காய் அறிந்து தேடி வந்த நல்ல நேசரே, உம்மழகான கண்கள் என்னை கண்டதாலே முடிந்ததென்று நினைத்த நான் ഉയിർ வாழ்கின்றேൻ. ഹാലലൂയ. ഞാനും നിങ്ങളും ജീവനോടുകൂടി ഇരിക്കുന്നത് നമ്മുടെ മിടുക്കല്ല. ഞാനും നിങ്ങളും ജീവനോട് ആരോഗ്യത്തോടെ ഇരിക്കുന്നത് നമ്മുടെ സാമർത്ഥ്യമല്ല. ഞാനും നിങ്ങളും ജീവനോടുകൂടി ഇരിക്കുന്നത് നമ്മുടെ ഒരു നന്മയും അല്ല. അവന്റെ കരുണ മാത്രം, അവന്റെ കൃപ മാത്രം. ഹാലലൂയ. അവൻ ചൊരിഞ്ഞ രക്തത്തിനായി നമ്മൾ കണ്ണുകളെ ഉയർത്തി, കണ്ണുകളെ അടച്ച്, കരങ്ങളെ ഉയർത്തി അവന് നന്ദി കരയറ്റാം. പ്രിയപ്പെട്ടവർ, യേശുവേ, അങ്ങ് ഞങ്ങൾക്ക് ചിന്തിയ പരിശുദ്ധ രക്തത്തിനായി സ്തോത്രം. ദൈവമേ, അങ്ങ് ഞങ്ങൾക്കായി അടിക്കപ്പെട്ടല്ലോ, നന്ദിയോടെ സ്തോത്രം കർത്താവേ. ദൈവമേ, ഞങ്ങൾക്ക് വേണ്ടി ഞങ്ങളുടെ പകരക്കാരനായ എല്ലാ ശിക്ഷകളെയും, പാപത്തിന്റെ ശിക്ഷകളെ, ദൈവമേ, ശാപത്തിൽ നിന്ന് വിടുവിപ്പാൻ, രോഗത്തിൽ നിന്ന് വിടുവിപ്പാൻ എല്ലാം അങ്ങ് ക്രൂശിലായി ഏറ്റെടുത്തല്ലപ്പാ. നന്ദിയോടെ അങ്ങേ സ്തുതിക്കുന്നു കർത്താവേ. ദൈവമേ, കേട്ടിരിക്കുന്ന ഓരോ സഹോദരനെയും സഹോദരിയും ഏത് സാഹചര്യത്തിലൊന്നും അടിയനെ അറിയുന്നില്ല, എന്നാൽ അവരുടെ അവസ്ഥകളെ അറിയുന്നവൻ, അവരുടെ സാഹചര്യങ്ങളെ അറിയുന്നവൻ, അവരുടെ സ്ഥാനങ്ങളെ അറിയുന്നവൻ, അവരുടെ കെട്ടുകളെ പൊട്ടിക്കുവാൻ മതിയായവൻ, ആ മക്കളുടെ ജീവിതത്തിൽ അങ്ങ് ഇടപെടുന്നതിനായി സ്തോത്രം കർത്താവേ. ഹല്ലേലൂയ. അവരുടെ വചനത്തെ അയച്ച് അവരെ സൗഖ്യപ്പെടുത്തുന്നതിനായി സ്തോത്രം. അവരുടെ അഭിഷേകത്തിന്റെ നിറവിനാൽ അവരെ ലിബറേറ്റ് ചെയ്യുന്നതിനായി സ്തോത്രം കർത്താവേ. അവരെ മുറ്റുമായി വിടുവിച്ച് കർത്താവേ, നന്മയിലും കൃപയിലും അനുഗ്രഹത്തിലും നടത്തുന്നതിനായി സ്തോത്രം ചെയ്യുന്നു, വാഴ്ത്തുന്നു കർത്താവ്. ഹല്ലേലൂയ. ഹല്ലേലൂയ. എന്നെയും നിങ്ങളെയും കാണുമ്പോൾ എന്നെയും നിങ്ങളെയും രക്ഷിച്ചവനായ കർത്താവ് എത്ര വലിയവൻ, എത്ര മഹോന്നതനെന്ന് മറ്റുള്ളവർ പറയുവാൻ തക്കവണ്ണം നിങ്ങളെ കർത്താവ് ഉയർത്തും. ഹല്ലേലൂയ. നിങ്ങളുടെ കണ്ണുകൾ ഇതുനാൾ വരെ കണ്ടിട്ടില്ലാത്ത നന്മകൾ നിങ്ങൾ കാണും. പ്രിയപ്പെട്ടവരെ, നിങ്ങളുടെ ചെവികൾ ഇതുവരെ കേട്ടിട്ടില്ലാത്ത നന്മകൾ നിങ്ങൾ കേൾക്കും. നല്ല വിഷയം കേൾക്കും നിങ്ങൾ. ഹല്ലേലൂയ. നല്ല വിഷയം നിങ്ങൾ സംസാരിക്കുവാൻ തുനിയുന്നു, സ്തുതിക്കുവാൻ നിങ്ങൾ തുനിയുമോ? അവനെ മഹത്വപ്പെടുവാൻ നിങ്ങൾ തുനിയുമോ? പ്രിയപ്പെട്ടവരെ, ഇല്ലാത്തതിനെ ചൊല്ലി നിങ്ങൾ വ്യാകുലപ്പെടണ്ട. ഉള്ളതിനെ ചൊല്ലി കർത്താവ് മതിയായവനെന്ന് പറഞ്ഞ് കർത്താവിനെ ഉയർത്താം. കർത്താവ് തീർച്ചയായും നമ്മെ അനുഗ്രഹിക്കും. ഹല്ലേലൂയ. അവൻ ജയാളിയായ യെരൂശലേമിലേക്കായി കടന്നുപോയതുപോലെ ഞാനും നിങ്ങളും ആ നിത്യ ജീവനിലേക്ക് കടന്നു പോകുവാൻ കർത്താവ് നമ്മെ സഹായിക്കും. When we were in darkness, he picked us up and put us in the marvelous light. നമ്മൾ അന്ധകാരത്തിലായിരുന്നു, അവൻ അത്ഭുത വെളിച്ചത്തിലേക്കായി നമ്മെ കൊണ്ടുവന്നു. We were in cursed life, അവൻ ബ്ലസ്ഡ് ലൈഫിലേക്കായി നമ്മെ കൊണ്ടുവന്നു. നമ്മൾ പാപത്തിലായിരുന്നു, നമ്മെ വിശുദ്ധിയിലേക്കായി അവൻ കൊണ്ടുവന്നു. നമ്മൾ അനുസരണക്കേടിലായിരുന്നു, അവൻ അനുസരിക്കുവാൻ തക്കവണ്ണം നമ്മെ കൃപ തന്നു നമ്മെ നടത്തി. ഹല്ലേലൂയ. നമ്മൾ ഒത്തിരിയധികം പാപത്തിൽ നമ്മൾ ജീവിച്ചു, അതെല്ലാം മാറ്റി വിശുദ്ധിയിൽ ജീവിക്കാൻ തക്കവണ്ണം സഹായിക്കുന്നു. നമ്മളെല്ലാം തോൽവിയിലായിരുന്നു, എന്നാൽ ജയത്തിലേക്കായി നമ്മെ നടത്തുവാൻ ദൈവം മതിയായവനായിരുന്നു. നമ്മുടെ ജീവിതത്തിലെല്ലാം ശോധനകളും പ്രശ്നങ്ങളും പ്രയാസങ്ങളുമായിരുന്നു, എന്നാൽ അവന്റെ സന്നിധിയിൽ കടന്നു വന്നപ്പോൾ എല്ലാം ഉയർച്ചയും നന്മയും അനുഗ്രഹമാക്കി അവൻ മാറ്റി. ഒത്തിരിയധികം തളർത്തപ്പെട്ടവനായി, തകർക്കപ്പെട്ടവനായി, ഒന്നുമില്ലാത്തവനായി, ക്ഷീണിതനായി ഇരുന്നു. എന്നാൽ ഇന്നൊരു വശം കർത്താവ് നമ്മെ ബലപ്പെടുത്തുന്നവനായി, ഉയർത്തുന്നവനായി, അനുഗ്രഹിക്കുന്നവനായി, താങ്ങുന്നവനായി, വഴി നടത്തുന്നവനായി നമ്മെ ആക്കിയിരിക്കുന്നു. പ്രിയപ്പെട്ടവരെ, വിഷമത്തിലാണോ പ്രിയപ്പെട്ടവരെ? ആർ യു ഇൻ സോറോ? ആർ യു ഇൻ വറി? ആർ യു ഇൻ ആങ്സൈറ്റി? വാട്ട് എവർ ഇറ്റ് ഈസ്, കം അൺടു ജീസസ്. ഹി വിൽ ടേക്ക് ഓവർ. ഹല്ലേലൂയ. അവൻ നമുക്ക് നന്മ നൽകും, ജയം നൽകും, സന്തോഷം നൽകും, ആനന്ദം നൽകും, സമാധാനം നൽകും. ഹല്ലേലൂയ. നമ്മുടെ എല്ലാ അവസ്ഥകളെയും മാറ്റുവാൻ അവന് മതിയായവനാണ്. നിങ്ങൾ കെട്ടപ്പെട്ടിരിക്കുന്നതെങ്കിലും ആർക്കും വേണ്ടാത്തവരാണെങ്കിലും യേശു നിങ്ങൾക്ക് ആവശ്യമുണ്ട്. യു ആർ ചോസൻ.
യു ആർ ചോസൺ ഫോർ എ സ്പെഷ്യൽ മിഷൻ. യു ആർ ചോസൺ ഫോർ എ സ്പെഷ്യൽ മിഷൻ ടു അക്കംപ്ലിഷ്. അത് നിങ്ങൾ തനിച്ചല്ല, ഞാൻ തനിച്ചല്ല, നമ്മോട് കൂടെ യേശു ഉണ്ട്. ഹല്ലേലൂയ. വിളിച്ചവൻ വിശ്വസ്തൻ, നമ്മെ അക്കരെ സുരക്ഷിതമായി അവൻ എത്തിക്കുക തന്നെ ചെയ്യും. നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവേ, അങ്ങയെ സ്തുതിക്കുന്നു, വാഴ്ത്തുന്നു, വന്ദിക്കുന്നപ്പാ. മുറ്റുമായ അടികളെ താഴ്ത്തി ഞങ്ങളുടെ സന്നിധിയിലായി ഏൽപ്പിക്കും. ഇടമാറ്റമില്ലാത്ത സാന്നിധ്യം കൊണ്ട് ഞങ്ങളെ പൊതിഞ്ഞു കൃപകളാൽ നിറച്ച് ഇത് നാൾ വരെ കണ്ടിട്ടില്ലാത്ത കർത്താവേ, ഞങ്ങളുടെ അത്ഭുത കരത്തിന്റെ പ്രവർത്തനം ഞങ്ങൾ തിരിച്ചറിയുവാനും അനുഭവിച്ചറിയുവാനും രുചിച്ചറിയുവാനും ഇടയാക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അടിയങ്ങൾ കർത്താവെ കുറയുകയും അങ്ങ് ഞങ്ങളിൽ വർദ്ധിക്കുകയും ചെയ്യണമേ കർത്താവ്. ലെറ്റ് യുവർ ഓൾമോസ്റ്റ് എ ഗ്രേറ്റ്നെസ് ഓ ലോർഡ്, ദ ഗ്ലോറി ഇൻക്രീസ് ഇൻ അവർ ലൈഫ് ഓ ലോർഡ്, ത്രൂ അവർ ലൈഫ്സ് ഓഫ് പാവൻ. അനേകർ അത് കണ്ട് അങ്ങയെ വന്നണയുവാൻ തക്കവണ്ണം ഒരു മുഖാന്തരങ്ങളായി ഞങ്ങളെ മാറ്റുന്നതിനായി സ്തോത്രം. സാക്ഷികളായി മാറ്റുന്നതിനായി സ്തോത്രം. ഞങ്ങളുടെ മക്കളായി മാറ്റുന്നതിനായി സ്തോത്രം. ഞങ്ങളുടെ സ്ഥാനാപതികളായി ഞങ്ങളെ മാറ്റുന്നതിനായി സ്തോത്രം കർത്താവേ. ഞങ്ങളുടെ പരിശുദ്ധ രക്തത്താൽ ദൈവമേ ഞങ്ങളെ ഓരോരുത്തരും ഞങ്ങളുടെ തല മുതൽ ഉച്ചം തല മുതൽ കർത്താവ് ഉള്ളംകാൽ വരെ കഴുകി ശുദ്ധീകരിച്ച് അകവും പൂർവ്വമായി ശുദ്ധീകരിച്ച് ഞങ്ങളുടെ ദൈവം ദേഹി കർത്താവെ എല്ലാം കർത്താവെ കഴുകി ശുദ്ധീകരിച്ച് വീണ്ടെടുത്ത് അത്ഭുതമായി നടത്തിക്കൊണ്ടിരിക്കുന്നതിനായി സ്തോത്രം കർത്താവ്. ആത്മനിറവോടുകൂടി നടത്തണം. ഈ ദേശത്തിന് വേണ്ടി ഞങ്ങൾ പ്രത്യേക അലടിവിൽ നിൽക്കുന്ന കർത്താവെ, കടതായ അത്ഭുത കരം പ്രവർത്തിച്ച് കർത്താവെ എല്ലാ യുദ്ധങ്ങളെയും കർത്താവെ നിർത്തലാക്കി അങ്ങ് തന്നെ കർത്താവെ സമാധാനം കർത്താവെ കൽപ്പിക്കുന്നതിനായി സ്തോത്രം ചെയ്യുന്ന കർത്താവെ. അടിയങ്ങളെയും അടിയങ്ങളുടെ കുടുംബങ്ങളെയും കുഞ്ഞുങ്ങളെയും തലമുറകളെയും എല്ലാം ഞങ്ങളുടെ കരങ്ങളിലേക്കായി ഏൽപ്പിക്കുന്നു. ലെറ്റ് യുവർ വിൽ ബി ഡൺ ഓ ഫാദർ. ലെറ്റ് യുവർ നെയിം അലോൺ ബി എക്സോൾട്ടഡ് ബി പ്രേ ഓ ഫാദർ. ഞങ്ങളുടെ പൊന്നുതിരുനാമം മാത്രം മഹത്വം എടുത്തോളും. സകലമാനും മഹത്വം അങ്ങേക്ക് അർപ്പിക്കുന്നു യേശുവിന്റെ നാമത്തിൽ തന്നെ. കർത്താവ് നമ്മെ എല്ലാവരും സമൃദ്ധമായി അനുഗ്രഹിക്കുമാറാകട്ടെ.